ഹിയറിംഗ് എയ്ഡ് ഇസ് ലൈക്ക് എ വെരി എക്സ്പെൻസീവ് മെഷീൻ. വാങ്ങിച്ച് വെച്ചിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ആരെന്ത് പറയുന്നു, എവിടെ നിന്ന് കേൾക്കുന്നു എന്നുള്ളത് ആൻറ്റിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് വീക്ക് ആൻറ്റീനെ 1 മന്തിന് ശേഷം ആഫ്റ്റർ ദ ട്രെയിനിങ് ലാസ്റ്റ് വീക്ക് ഞാൻ ഹാപ്പൻ ടു മീറ്റ് ഹർ. അപ്പോൾ ആൻറ്റിയോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഐ കുഡ് ആക്ച്വലി സീ ആൻറ്റിയുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഓർ ആൻറ്റി മിങ്കിൾ ചെയ്യുന്ന സർക്കിൾ ഭയങ്കരമായിട്ട് ആൻറ്റിക്ക് ആക്റ്റീവ്ലി അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ആൻറ്റി വന്നപ്പോൾ നമ്മളോട് ഒരു ഇഷ്യൂവും പറഞ്ഞായിരുന്നു. അത് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ലൈക്ക് ആൻറ്റി ഈ മെഷീൻ വെച്ച് കഴിഞ്ഞ് ആൻറ്റിയുടെ മകൻ അവധിക്ക് വന്നപ്പോഴാണ് ഈ മെഷീൻ വെച്ചത്. ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര നോയ്സി ആയിരുന്നു. ആൻറ്റിക്ക് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. ചെറിയ സൗണ്ടുകൾ ഭയങ്കര വലുതായിട്ട് തോന്നും. പിറ്റേ ദിവസം രാവിലെ ആൻറ്റിയുടെ മോൻ്റെ വൈഫ് അടുക്കളയിൽ പാത്രങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴുകുമായിരുന്നു. സോ വെൻ ഷി വാസ് വാഷിങ് ആ പാത്രങ്ങളുടെ ശബ്ദം ആൻറ്റിക്ക് ഭയങ്കര ഒച്ചയായിരുന്നു, ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. അപ്പം ആൻറ്റി എന്നെ മോളോട് പറഞ്ഞു, എന്തിനാ ഇത്രയും ശബ്ദം വെച്ച് പാത്രം കഴുകുന്നതെന്ന്. അപ്പം മകൻ തമാശക്കാണെങ്കിലും പറഞ്ഞു, എന്തിനാ അമ്മ ഇപ്പം മോളുമായിട്ട് വഴക്കുണ്ടാക്കുന്നത്. ദിസ് ഇസ് ഓൾ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. മേ ബി ആ ആൻറ്റി ഹിയർ ചെയ്തിരുന്ന സിസ്റ്റം കൂടുതലായിരുന്നു. നമ്മളും ചിലപ്പം പറഞ്ഞാൽ കുഴപ്പമില്ല ആൻറ്റി, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറിയേനെ. പക്ഷേ വെൻ വി ടുക്ക് ദ ലൈക്ക് ആ കാര്യം നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്തപ്പം വി ട്രെയിൻഡ് ഹെർ ടു ബി ഇൻ ലൗഡ് സിറ്റുവേഷൻ.